എന്താണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ? ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത്. എന്താ ഇതിപ്പോ ബീഫ് അച്ചാറിടാനാട്ടോ. അപ്പൊ ഇതിപ്പോ എന്തൊക്കെയാ ഇതിൽ ചേരുവന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ഇപ്പൊ ഇത് ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല ഇത് തിരുമ്മി വെച്ചതാട്ടോ. ഇനിയിപ്പോ ഇതിന് നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീഫിനെ നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോ ഒരു 8 വിസിലടിക്കണം. എന്താ ബീഫല്ലേ, ശരിക്കും വേഗണ്ടേ, ഒരു 8 വിസിലടിക്കണം. അപ്പൊ നമുക്ക് ഇതിനെ അടുപ്പത്ത് വെച്ചേക്കാം കേട്ടോ. ഇപ്പൊ അടുപ്പത്തേക്ക് വെച്ചു. ഇനിയിപ്പോ ഇതൊരു 8 വിസിലടിക്കുമ്പോ ബീഫ് നന്നായിട്ട് വേകും. എന്നിട്ട് അതിനെ നമുക്ക് അച്ചാറിടുന്ന വിധം കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് ഇപ്പൊ ഒരു 5-8 വിസിലടിച്ചു. ഇനി നമുക്ക് എയറും പോയി. നമുക്ക് ഇതിനെ തുറന്ന് നോക്കാട്ടോ എന്താ കണ്ട. അപ്പൊ ബീഫ് എയർ പോയി നല്ല വെന്തിരിക്കട്ടെ. ഇനി നമുക്ക് ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അപ്പൊ എണ്ണ തിളയ്ക്കാൻ തുടങ്ങി. ഇനിയിപ്പോ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേവിച്ച് വെച്ചേക്കണ ബീഫിനെ നമുക്ക് വറുത്തെടുക്കണം. കണ്ടോ, ഇനിയിപ്പോ വറുത്ത് നോക്കുമ്പോ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ബീഫ് എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞു കേട്ടോ. കണ്ട. ഇനിയിപ്പോ നമുക്ക് ഇതിലൊരു പാത്രത്തിലേക്ക് ഇതിനെ മാറ്റിയിട്ട് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇതിന്റെ അച്ചാർ മുളക് പൊടി അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്കൊരു എണ്ണയിൽ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പറയട്ടെ, ഇനി ഇതിൽ കിടക്കുകയാണ്. ഇനിയിപ്പോ വേറെ എണ്ണ ഒഴിക്കണ്ട, അത് ഉള്ളിൽ പൊങ്ങി കിടക്കും. പാകത്തിന് എണ്ണ മതി. ഇതിലേക്ക് നമ്മൾക്ക് കടുക് പൊട്ടി. ഇനി നമുക്കിതേ ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില ഇതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് വഴറ്റാം. വഴറ്റിയെടുക്കാം. അപ്പൊ പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൂത്തു. അപ്പൊ അത് മൂത്ത് പാകമായി. ഞാൻ പഠിച്ചുട്ടോ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് പതുക്കെ ഓഫാക്കുക. ഇനി എന്താ, അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി അധികം വേണ്ട, കാരണം ഗരം മസാലയിലൊക്കെ തിരുമ്മി വെച്ചാൽ അതിലുണ്ടല്ലോ ഒരു എരിവും ഒക്കെ ഉണ്ടാവൂലോ, മതി. അപ്പൊ അത് ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് മീറ്റിന്റെ പിക്കിൾസ് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ഇരുന്നോട്ടെ, എന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പൊ അത് കാരണം ഇച്ചിരി ഇരുന്നോട്ടെ. അപ്പൊ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തു. അപ്പൊ ഇതൊന്ന് ചൂടായി. അപ്പൊ ഇത് ചൂടായി കേട്ടാ. ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് മീറ്റില് ഇതിട്ട് കൊടുത്ത ബീഫിൽ ഉപ്പൂടെ ഇട്ട് തന്നാല് ഇതിന്റെ അച്ചാറിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസ് എല്ലാം മൂത്ത് തിളച്ചു. അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ മീറ്റ് നമുക്ക് ഇതിലേക്ക് ബീഫിനെ ഇതിലേക്ക് ഇടാം. നമുക്ക് ബീഫിലേക്ക് പിന്നെ ഇതിലേക്ക് ഇട്ടു. ചേരൊന്ന് ഇവിടെ ഒന്ന് ഇതൊന്നും ഇനിയിപ്പോ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതില് കിടന്ന് ഇത് തിളക്കട്ടെ. ബീഫ് ഇതിൽ കിടന്ന് തിളക്കട്ടെ. ബീഫ് അച്ചാറല്ലേ? ഒരു വെറൈറ്റി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സ്കൂളിൽ ഇനി ഇത് തന്നു വിട്ടാ പോരെ, വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ടല്ലോ അല്ലേ? സ്കൂളിൽ കറി ഇത് കൊടുത്തു വിട്ടാൽ മതിക്കോളൂ. ഇനി വേറെ പ്രത്യേകിച്ച് രാവിലെ എടുത്ത് കറിയൊന്നും വെക്കണ്ട. ഇതൊരു സ്പൂണ് ചോറ് തിന്നാം.
ഈ ചപ്പാത്തിക്കാണെങ്കിലും ഒക്കെ ഇത് കൊണ്ടുപോകാം കേട്ടാ. അപ്പൊ അങ്ങനെ ബീഫ് അപ്പൊ എല്ലാരും ബീഫ് അച്ചാറ് ഉണ്ടാക്കിയത് കണ്ടല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ എല്ലാരും ചെയ്ത് നോക്കണേ. തമാശ പറയല്ല, നല്ലൊരു റെസിപ്പിയാണ്. എന്താന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വിദേശത്ത് ജോലിക്കും പഠനത്തിനൊക്കെ പോകുന്നവർക്ക് ഇത് ഒരു ടിന്നിലാക്കി കൊടുത്തുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്നിട്ട് ചോറ് മാത്രം വെച്ചാൽ മതി. ചപ്പാത്തി ഉണ്ടാക്കി വേറെ പ്രത്യേകിച്ച് കറിയൊന്നും വെക്കണ്ട. എത്ര നാൾ പോലും ഇരുന്നോളും കേട്ടാ.